നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന ഹർജിയിന്മേൽ ഇന്നാണ് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ടായത്. അതൊരു ഇടക്കാല വിധിയായിരുന്നില്ല, മറിച്ച് ആ കേസ് അല്ലെങ്കിൽ ആ ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ട് ഇന്ന് രാവിലെയാണ് വിധിയുണ്ടായത്. അതായത് ഇന്ന് രാവിലെ ഒരൊറ്റ വരിയിലാണ് ഇത് ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടുന്നു എന്ന ഒരു ചുരുങ്ങിയ വാക്കുകളിലുള്ള വിധി പ്രസ്താവം മാത്രമാണ് ഉണ്ടായത്. വൈകുന്നേരത്തോടുകൂടി വിശദമായ വിധിപ്പകർപ്പ് വരും എന്ന് സുപ്രീം കോടതി അറിയിച്ചിരുന്നതാണ്. രാവിലത്തെ വിധി വന്നപ്പോൾ തന്നെ കേരളത്തിലെ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ പ്രതിനിധിയും ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഒരു കാര്യമാണ്. അതായത് ഇതാ കേരളം കേസിൽ വിജയിക്കാൻ പോകുന്നു, കേരളം നൽകിയ ഹർജിയിൽ വളരെ ഗൗരവകരമായ എന്തോ കാര്യമുണ്ട് എന്ന് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ ബെഞ്ചിലേക്ക് ഇത് വിടുന്നത് എന്ന് ആണ് വ്യാഖ്യാനം ചെയ്യാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ വിധിയെ ദുർവ്യാഖ്യാനം ചെയ്യാനാണ് CPIM-ഉം ചില മാധ്യമങ്ങളും കേരളത്തിലെ ധനകാര്യമന്ത്രിയും അടക്കം ശ്രമിച്ചത്. പക്ഷേ വിധി വന്നയുടൻ തന്നെയുള്ള ഞങ്ങളുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരുന്നു, ഈ വിധി ആർട്ടിക്കിൾ 293 ഹർജിയിൽ ചോദ്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഹർജി ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നത്. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളോട് കോടതി അനുഭാവപൂർണമായി യാതൊരുവിധ നിരീക്ഷണവും നടത്തിയിട്ടില്ല എന്നു മാത്രമല്ല, കേന്ദ്രത്തോടൊപ്പം നിൽക്കുന്നുവെന്ന സൂചനയും കോടതി ആ വിധിയിൽ ചുരുക്കി പറഞ്ഞ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അല്പസമയം മുമ്പാണ് വിശദമായ വിധി വന്നത്. ഏതാണ്ട് 24 പേജുള്ള വിധിപ്പകർപ്പിൽ പറയുന്ന കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായി 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, സംസ്ഥാനത്തിന് അധിക വായ്പ എടുക്കാനുള്ള ഒരു സാഹചര്യമോ അർഹതയോ ഇപ്പോഴില്ല എന്ന ആ വിധിന്യായത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. രണ്ടാമത്, സംസ്ഥാനത്തിൻ്റെ വീഴ്ചയ്ക്ക് കേന്ദ്രത്തിൻ്റെ തലയിൽ പഴിചാരാനാവില്ല എന്ന് കൃത്യമായി സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞതും അതുതന്നെയാണ്. ഈ സംസ്ഥാനം സമർപ്പിക്കപ്പെടുന്ന കണക്കുകൾ അതൊന്നും ശരിയായ കണക്കുകളല്ല, അതിൽ പൊരുത്തക്കേടുകളുണ്ട്. സംസ്ഥാനത്തിന് അധികമായി തന്നെ ധനസഹായം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ മിസ്മാനേജ്മെൻറ്റാണ് ആ സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ മോശമായ ധനകാര്യസ്ഥിതിക്ക് കാരണം. അതുകൊണ്ട് തന്നെ ഇനിയും കടമെടുക്കാനാവില്ല, കടമെടുത്ത് ശമ്പളവും പെൻഷനും കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് അന്ന് തന്നെ സുപ്രീം കോടതിയെ കേന്ദ്രം അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ സുപ്രീം കോടതി കേന്ദ്രത്തിൻ്റെ നിലപാടുകളെ ശരിവെച്ചുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ മിസ്മാനേജ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധി കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് ധനകാര്യ പ്രതിസന്ധി ഉണ്ടെന്നും അല്ലെങ്കിൽ സംസ്ഥാനത്തിന് 24,000 കോടി രൂപ അധികമായി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ അതിൻ്റെ ആവശ്യകത വ്യക്തമായി ബോധ്യപ്പെടുത്തുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി ഈ വിശദമായ വിധി പകർപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ വിധി പൂർണ്ണമായും വരും മുമ്പ് തന്നെ അപക്വമായി പ്രതികരിച്ച മാധ്യമങ്ങളും അതുപോലെ തന്നെ CPIM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം വൈകുന്നേരത്തോടുകൂടി അവരുടെ മുഖം വാടിയ നിലയിലുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് റിപ്പോർട്ട് ചെയ്തത് SDPIയുടെ പിന്തുണയാണ്. SDPI സാധാരണ കേരളത്തിൽ 1-2 മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കുന്ന സ്വഭാവം അവർക്കുണ്ട്. എന്നാൽ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് അഷറഫ് മൗലവി ഇന്ന് അറിയിച്ചിരിക്കുന്നത് അവർ നിരുപാധികം UDFന് പിന്തുണ നൽകാൻ പോകുന്നു എന്നതാണ്. BJPക്കെതിരെ പോരാട്ടം നടത്തുന്ന, ദേശീയ തലത്തിൽ പോരാട്ടം നടത്തുന്ന കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ നേതൃത്വം കൊടുക്കുന്ന UDFന് ഞങ്ങളിതാ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാണ് മതതീവ്രവാദ സംഘടനയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള SDPI പറഞ്ഞത്. മതേതരത്വം പ്രസംഗിച്ച് നടക്കുന്ന UDF സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്തെ ശശി തരൂർ അടക്കം മറുപടി പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യം നിരോധിച്ചിട്ടുള്ള സംഘടനയാണ്. ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മതതീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് SDPI എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ സമൂഹത്തിൽ അവലും മലരും വാങ്ങി വെച്ചോളൂ, വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ എന്ന് കൊലവെറി മുദ്രാവാക്യം വിളിച്ച മതതീവ്രവാദ സംഘടനയാണ് SDPI. ഈ SDPI ഇതര മതവിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്താനും സംസ്ഥാനത്തിൻ്റെ മത സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് മതേതരത്വത്തിൻ്റെ മാലാഖമാരായ
UDF സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന ചോദ്യം ഇപ്പോൾ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു C. രാധാകൃഷ്ണൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വത്തിൽ നിന്നുള്ള രാജി. ഇദ്ദേഹം എന്തിനാണ് ഇപ്പോൾ രാജിവെച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ജനങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം C. രാധാകൃഷ്ണൻ സംശയമില്ല, അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ്. ചെറുതായൊന്നുമല്ല അദ്ദേഹം സാഹിത്യ മേഖലയിൽ ഇടപെട്ടിട്ടുള്ളത്. ധാരാളം കൃതികൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. നോവലുകളും ചെറുകഥകളും അതുപോലെ തന്നെ കവിതയും കവിതാ സമാഹാരങ്ങളും നോൺ ഫിക്ഷനായിട്ടുള്ള എഴുത്തുകളും ഒക്കെ ധാരാളം ആ എഴുത്തുകാരൻ്റെ പേരിലുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം വിശിഷ്ടാംഗത്വം രാജിവെച്ചുകൊണ്ട് പറഞ്ഞത് സാഹിത്യോത്സവം കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ശരിയായില്ല എന്നാണ്. കേന്ദ്രമന്ത്രിക്ക് സാഹിത്യവുമായി ഒരു ബന്ധവുമില്ല, അദ്ദേഹം ഇതിന് അനർഹനാണ് എന്ന് സ്വമേധയാ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വിശിഷ്ടാംഗത്വം രാജിവെച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള എതിർപ്പല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും കടുത്ത BJP വിരോധമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ എന്നത് വ്യക്തമാണ്. കാരണം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള അവാർഡ് വാപ്പസി ടീമുകൾ രംഗത്തിറങ്ങുക സ്വാഭാവികമാണ്. അതിൻ്റെ തുടക്കമാകണം ഒരുപക്ഷെ C. രാധാകൃഷ്ണൻ ഭരണത്തിൻ്റെ തണലിൽ അല്ലെങ്കിൽ ഭരണകൂടം നൽകിയ ആ വിശിഷ്ടാംഗത്വത്തിൽ ഇത്രയും കാലം ഇരുന്നതിന് ശേഷം ഏറ്റവും ഒടുവിലായി ഇങ്ങനെ ഒരു രാജി, അതും കേന്ദ്രമന്ത്രി സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അർജുൻ റാം മേഘ്വാളാണ് ആ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹം കേന്ദ്ര നിയമമന്ത്രിയാണ്. ഒട്ടനവധി വർഷമായി അദ്ദേഹം പാർലമെൻറ്റേറിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന പൊതുജന അല്ലെങ്കിൽ പൊതുസേവകനാണ്, പൊതുപ്രവർത്തകനാണ്. ഏറ്റവും നല്ല പാർലമെൻറ്റേറിയനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു പൂർവ്വ IAS ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല അദ്ദേഹവും ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. എന്ത് അയോഗ്യതയാണ് C. രാധാകൃഷ്ണന് അർജുൻ റാം മേഘ്വാളിൽ കാണാൻ സാധിക്കുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇത്തരം ബുദ്ധിജീവികൾക്ക് ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അവരുടെ നിലപാട് പൊതുജനങ്ങളുടെ മുന്നിൽ അവർക്ക് ബോധ്യപ്പെടുന്നതായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ നിലപാട് വ്യക്തമായി വിശദീകരിക്കാൻ ഇതുവരെ C. രാധാകൃഷ്ണന് സാധിച്ചിട്ടില്ല എന്നത് വേറൊരു കാര്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.